ആളെ കാണിക്കാത്തന്ന് പറഞ്ഞു എനിക്ക് കോമ വരും. ആടി പിടിച്ചാ പോയില്ല അപ്പൊ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പിയുമായിട്ടാണ്, ഒരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മൾ റെസ്റ്റോറൻറ്റിലെ മീൻ കറി, അതുപോലെ തന്നെ ഷാപ്പിലെ മീൻ കറി, അങ്ങനെ പലതരം മീൻ കറികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ തരം മീൻ കറിയും നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ബോട്ടിലെ മീൻ കറി, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു വെള്ളത്തിലെ മീൻ കറിയും അവിടെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ് ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ, വാ. കാലത്ത് 9 മണിക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ചെറുതോണി വെള്ളത്തിനടുപ്പിക്കുന്ന ഒരു കാഴ്ച. ഒരു വലെല്ലാം കോരിയതിന് ശേഷം കുറച്ച് മീൻ കിട്ടിയപ്പോൾ ഞങ്ങൾ ആ ചാള എടുത്തിട്ടാണ് ഇപ്പോൾ കറി വെക്കാൻ പോകുന്നത്. വലിയ മീനൊന്നും കിട്ടിയില്ല, അപ്പം ഈ ചെറിയൊരു മീനാണ് കിട്ടിയത്. അപ്പം ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ ചാള എന്ന് പറയും. പല സ്ഥലത്തും മത്തിക്കും ചാള എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ ഞങ്ങളിതിനെ ചാള എന്ന് വിളിക്കും. പക്ഷേ ആ മീൻ വെട്ടുന്ന ആ ഒരു പെർഫെക്ഷൻ കണ്ടില്ലേ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു മീൻ വെട്ടൽ നിങ്ങൾ കാണുന്നില്ലേ. 2 പേര് അവിടുന്ന് മീനിൻ്റെ ചെള്ള് കളഞ്ഞ് ഈ മീൻ വെട്ടുന്ന ആൾക്ക് കൊടുക്കുകയാണ്. ഈ മീൻ വെട്ടുമ്പോൾ തന്നെ നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിലുള്ള ആ വേസ്റ്റുകളെല്ലാം പുറത്തേക്ക് വരുന്നത് കാണാം. അപ്പുറത്ത് കുറച്ച് പേര് മീൻ വെട്ടുന്നു. ഇവിടെ ഒരാൾ ചോറ് ഊറ്റുന്ന ഒരു കാഴ്ചയാണ്. അവിടെ വിശക്കുന്നവർ അവിടെ വന്നിട്ട് കഞ്ഞെടുക്കുന്നു, കഴിക്കുന്നു. ഇത് വേറൊരു വള്ളക്കാരുടെ ചെറുതോണിയാണ്. ഇതിൽ മീനെടുത്തിട്ട് ഇവർ ഹാർബറിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. മറുപുറത്ത് കുറച്ച് പേര് ഉള്ളി, തക്കാളി, അതായത് പച്ചക്കറികളെല്ലാം വെട്ടുന്ന ആ ഒരു കാഴ്ച. മറുപുറത്ത് ഒരു കൂട്ടം മീൻ വെട്ടുന്നു, ഒരാൾ ചോറ് ഊറ്റുന്നു. ഇവിടെ കുറച്ച് പേര് തക്കാളി, ഉള്ളി ഇതെല്ലാം ക്ലിയറാക്കുന്നു. മീനെല്ലാം വെട്ടിക്കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ സ്റ്റൗവിൽ കറി വെക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. 22 ആൾക്കുള്ള ഒരു കറി വെക്കാനുള്ള പാത്രമാണ്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇഞ്ചി ഇടാൻ പോവുകയാണ്. ഇഞ്ചി ഇട്ട് ഇപ്പോൾ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളിയിട്ട് വയറ്റാൻ പോവാണ്. അപ്പം ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഇടുന്നതൊക്കെ ഞാൻ ചിലപ്പോൾ വിട്ടുപോകും, ക്ഷമിക്കണം. അപ്പോൾ ഇത് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനത്തെ റെസിപ്പിയെല്ലാം കാണുന്നത് ഒരു എൻജോയ്മെൻ്റ് ആയിട്ട്, ഒരു ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഉള്ളിയും മറ്റേ എന്താ പറയുക പച്ചമുളക് ഇട്ടിട്ട് ഇപ്പോൾ വാട്ടാണ്. അതില്ലേ ഏകദേശം വാഴയൊക്കെ വന്നിട്ടുണ്ട്. ഓരോ നാട്ടിലും ഓരോ സ്ലാങ് ആയിരിക്കില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ വഴന്ന് വരിക എന്നൊക്കെ ആയിരിക്കും. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഈ വാടുക എന്നൊക്കെ ആയിരിക്കും പറയണം. അപ്പോൾ എൻ്റെ സ്ലാങ് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായില്ലേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ സ്ലാങ് നിങ്ങളുടെ സ്ലാങ്ങിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടി ഇട്ടതിന് ശേഷം ഒരു ഊഹം വെച്ചിട്ടൊക്കെ ഇടുന്നത്, ഇത്ര കണക്കൊന്നുമില്ല. അപ്പോൾ മുളക് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കാം. അതില്ലേ അതുപോലെ ഞങ്ങൾ എടുക്കുക, ആക്കി കൊടുക്കുക. അങ്ങനെ അടുത്ത നമ്മുടെ കൊറിയാണ്ടർ പൗഡർ ഇടുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു ഏകദേശം ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കറി പതിച്ച് വരികയാണ്. പതിച്ച് വരുമ്പോൾ നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുക്കണം. അങ്ങനെ മീനെല്ലാം ഇട്ട് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഇവിടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കറി. അതിനുശേഷം നമ്മുടെ കേരളത്തിൻ്റെ സൈന്യങ്ങൾ
അവരുടെ വിശപ്പടക്കുന്ന കാഴ്ച. അങ്ങനെ ഇവിടെ ഈവനിങ് ആയിട്ടുണ്ട്. അപ്പം നല്ലൊരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. അടുത്ത കൂടി ഒരു ജെല്ലി ഫിഷ് പോകുന്നത് കണ്ടിട്ടില്ലേ? കടലിൽ ഒരു ജെല്ലി ഫിഷ്, അതെ ജെല്ലി ഫിഷാണ്. അതുപോലെ നമ്മുടെ ഇപ്പം ഒരു സൺസെറ്റ് വ്യൂ ആണ് കാണുന്നത്. ഇപ്പം നമ്മൾ തിരിച്ച് കരയിലേക്ക് പോകുന്ന ടൈമായിട്ടുണ്ട്. സൺസെറ്റായി, ഇപ്പം ഇനി ഇരുടാവും. അപ്പം ഇനി നല്ലൊരു വ്യൂ ആണല്ലേ, വളരെ മനോഹരം. എല്ലാവരും ആഗ്രഹിക്കുന്നൊരു വ്യൂ ആണിത്. കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ബീച്ചിലേക്ക് വരുന്നത് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് അല്ലേ? ഒരുപാട് ആൾക്കാർ അങ്ങനെ കാണാൻ വരുന്നില്ലേ? അപ്പം ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇരുടാവും. അങ്ങനെ ഇരുടായതിന് ശേഷമുള്ള ഒരു ചെറിയൊരു വ്യൂ ആണ്. കരയാണ് കാണുന്നത്. ആ ലൈറ്റെല്ലാം കാണുന്നത് കരയിലുള്ള ആ ലൈറ്റുകളാണ്.